Welcome back to my Curry World with Love. ഇന്ന് ഞാനൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോൺ വെജുകാർക്കും വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് ചില സമയത്ത് നോൺ വെജൊക്കെ കഴിക്കാൻ മനസ്സിൽ ഇഷ്ടം വരും. പക്ഷേ എന്നാൽ നോൺ വെജ് കഴിക്കാനും കിട്ടാത്തൊരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നന്നായിട്ട് നല്ല നോൺ വെജിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു സോയ റോസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഒരു ബൗൾ സോയ ചങ്ക്സ് നല്ല വെള്ളത്തിൽ ഒരു 2 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വീർത്ത് വരും. വീർത്ത് വന്നതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ തന്നെയാണ് ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്നും വെള്ളം സക്കിയുന്നതുകൊണ്ട് നമ്മൾ ടാപ്പ് വാട്ടറിൽ ആവുന്നതും ചെയ്യരുത്, നല്ല വെള്ളത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യണം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഞാൻ നന്നായി കഴുകിയെടുത്ത് തിരുമ്പി പിഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായി നടുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആണ് കേട്ടോ ഇത്. ഇതിനുശേഷം വെള്ളമെല്ലാം നന്നായി ഊറ്റി പിഴിഞ്ഞ് കളയണം കേട്ടോ. അത് പ്രത്യേകിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ ചേരുവകളായി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ അതിലേക്ക് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് എല്ലാ മസാലകളും ഒന്നിച്ച് ചേരട്ടെ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് ചേർക്കുന്നത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലകളും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തത്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. തക്കാളി അങ്ങനെ കട്ട് ചെയ്തത് ഞാൻ നന്നായി ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ തക്കാളിനെ ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഏകദേശം ഒരു 2 തക്കാളിയോളം എടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ ഇതിനുള്ളത് ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് നേരം എന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലല്ല കേട്ടോ, ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ, അത് മറക്കരുതേ. ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് തവ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള പ്രോസസ്സിന് നോൺ സ്റ്റിക്ക് തവയാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഒന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടണ്ടേ. അപ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ലൊരു മണം കിട്ടും. ഇത് നമുക്ക് നല്ല ശരിക്കും നോൺ വെജ് ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ നാളികേരം വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ചേർത്തത്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടമാണത്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കനം കുറഞ്ഞത് അരിഞ്ഞതും കൂടി ഞാനിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. സവോള ഒന്ന് ജസ്റ്റ് സവോള മയങ്ങി വന്നാൽ മതി. ആ സമയത്ത് ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് നേരം അങ്ങനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സവോളയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ട് ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഞാൻ നാടൻ കറികളിലൊക്കെ നല്ല കറിവേപ്പില ചേർക്കട്ടോ, നല്ലൊരു മണം തരും നമുക്ക് കറിക്ക്, നല്ലൊരു ടേസ്റ്റുമാണത്. അതുകൊണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളുടെ ഉള്ളി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 4-5 ചുള വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചതും ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിയായി അരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അല്ല അരച്ച പേസ്റ്റ് ആണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഓരോരോ ടീസ്പൂൺ വെച്ചിട്ടും ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇത് ഏകദേശം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചേർക്കാം കേട്ടോ. അപ്പം നന്നായി വെന്തിട്ടുണ്ട് സോയ. നല്ല തക്കാളി എല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ആ മസാലകളൊക്കെ സോയയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനി ഈ മസാലകളൊക്കെ കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. സോയ ഇനി ഇതിൽ കിടന്നിട്ട് വേണം നമുക്ക് റോസ്റ്റ് ആവാൻ. ഇനിയും ബാക്കിയുള്ള കുറച്ചും കൂടി ചേരുവകളും കൂടി ചേർക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. നമ്മൾ എരിവിന് കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത്, അത് എരിവില്ലാത്തതല്ലേ. അപ്പോൾ നമ്മൾ മുളക് പൊടി വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് അതിലിങ്ങനെ പച്ചമുളക് ചേർക്കുമ്പോൾ. നമുക്കതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് അതെല്ലാം മസാലകളും എരിവെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അടച്ചു വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്, തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഇടയ്ക്ക് എല്ലാ ഭാഗത്തൊന്നും പിടിക്കാൻ നന്നായിരിക്കും കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ അതെല്ലാം കൂടി ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചു. ഒന്നും കൂടി ഒന്ന് ആവട്ടെ. അതിൻ്റെ അടിയിലെ വെള്ളമെല്ലാം ഒന്നിങ്ങനെ വറ്റി കണ്ടോ, അത് വരുന്ന പരുവമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് വേണം കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ചേരുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിയൊക്കെ നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി ഈ സമയത്താണ് കേട്ടോ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ മസാലയുടെ മണവും ടേസ്റ്റും എല്ലാം നല്ലോണം പോയി. ഇപ്പോഴാകുമ്പോൾ നമുക്ക് കറക്റ്റ് ലാസ്റ്റാണ്, നമ്മൾ ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഈ സമയത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും മണമാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. ഒരിക്കലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. അതുപോലെ സോയാ സോസ് ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിന് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല. നല്ലൊരു ടേസ്റ്റും മണം തന്നെയാണ് ഇതിന് ഈ റെസിപ്പിക്ക്. കുറച്ചും കൂടി ഒരു പുളിപ്പും ഒരു സ്പെഷ്യൽ മണമാണ്, അതുകൊണ്ടാണ് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഇതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ, ഇപ്പം നമ്മൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം 1 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കറിയിൽ ധാരാളം കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നാനിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നോൺ വെജിറ്റേറിയൻസിന് ഒരിക്കലും ഇത് വെജിറ്റബിൾ ഒരു ഡിഷാണെന്നുള്ളത് മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒന്നും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും പുതിയ വിഭവങ്ങളും പുതിയതും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വീണ്ടും കാണാം.